ഗൈസ് ഇന്ന് എക്സ്പ്രസ് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 17ാമത്തെ എപ്പിസോഡാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ലാസ്റ്റ് എപ്പിസോഡിന് ഒത്തിരി സപ്പോർട്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പറ്റുന്നവരും എല്ലാവരും ഒന്ന് ഹൈപ്പും ചെയ്തേക്ക്. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു ശിപ്പിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അവർക്ക് തന്നെ ഗെന്നി പറയുകയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ കപ്പലിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ ഗെന്നിനോട് സേക്യൂരിറ്റി ടീം പറയുന്നു. 100 പേരിനെതിരെ നമ്മൾ 9 പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് സമയം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മുടെ സേക്ക് പറയുന്നു. മാക്ബാനിക്കിൽ ഗൺ യൂസ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ കറക്റ്റ് ആയിട്ട് ഒരിടത്ത് ഉന്നം കൊള്ളുന്നില്ല. മാക്ബാനിക്കിൽ ഓടിച്ചാറി ബോട്ടിലേക്ക് കയറിയിട്ട് വല്ലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ട് വെള്ളത്തിലോട്ടൊക്കെ ചാടുന്നുണ്ട്. വാദികളെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് പേരും കൂടെ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ ഗെന്നി ഒരു ഐഡിയ വരികയാണ്. അന്നേരം തന്നെ നമ്മുടെ നിക്കി വന്നിട്ട് മാക്ബാനെ തലയ്ക്ക് അടി കൊടുത്തിട്ട് കണ്ണെടുക്കുകയാണ്. നമ്മളെ രക്ഷപ്പെടുത്തിയതുമായിട്ട് നമ്മുടെ ഗെന്നി പ്രാർത്ഥിക്കുകയാണ്. തന്നെ ഷിപ്പിന്റെ അതിലുള്ള എല്ലാ ആൾക്കാരും അവരെ ചുറ്റി വളയുകയാണ്. ഞാൻ പറയുകയാണ് ഇനി വെറും 3 ബുള്ളറ്റും കൂടെ ബാക്കിയുള്ളെന്ന്. അപ്പൊ ഗണ്ണിന്റെ മൂൾവശത്തായിട്ട് കുറച്ച് മാഗ്നസി പൊടി വിതറിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. സോ അന്നേരം പൂത്തിരി പോലെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് എല്ലാ ആൾക്കാരും പേടിച്ചിട്ട് അവരും വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയാണ്. അറിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കത്തി ചാമ്പലാവുന്ന നമ്മുടെ ഗെന്നും പറയുന്നുണ്ട്. ഷിപ്പിന്റെ അതിലുള്ള എല്ലാ ആൾക്കാരും ചാടിയിട്ട് ഒരു ബോട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ അത് വേറെ ആരും അല്ലാതെ നമ്മുടെ മാർസ് ആയിരുന്നു. നമ്മൾ ഈ ഗണ്ണുണ്ടാക്കി തന്നെ ഇവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? ഈ ബാറയുടെ അടുത്ത് വിടാൻ വേണ്ടി മാർസ് ഉറപ്പായിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ നമ്മുടെ സേക്ക് പറയുകയാണ്. ബുള്ളറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ മാർസിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോലീസ്മാൻ അങ്ങോട്ട് വരികയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മാർസ് ബോട്ടിലേക്ക് കയറുന്നുണ്ട്. വാദികളെല്ലാവരും ഇവരുടെ മന്ത്രം യൂസ് ചെയ്യുന്നത് ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വിരൽ ആരാണ് ഉപയോഗിക്കുന്നത് അവരെ ആദ്യം ആക്രമിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർസിനെ കണ്ടുപിടിച്ചിട്ട് പോലീസ്മാനെ അടിച്ച് തറയിലിടുകയാണ്. തന്നെ നമ്മുടെ ജീനറോ ആണെങ്കിലും മാർസിലോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ മാർസ് വളരെയധികം സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ജീനറോനെ അടിച്ച് തറയിലിടുകയാണ്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ നമ്മുടെ നിക്കി അങ്ങോട്ട് ഇല്ലെന്നുണ്ട് നിക്കിനെ അടിച്ച് മാർസ് തറയിടുന്നുണ്ട്. ഇനി നിന്റെ വേറെ ഏതെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ഇനിയും യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ഇരുമ്പ് ഡോറിന്റെ അകത്തിലേക്ക് ഇവർ കയറിപ്പോയി ഇരിക്കുകയാണ്. സോ ഇത് പൊട്ടിച്ചിട്ട് വരാൻ വേണ്ടി അവൻ ഒരുപാട് പാടാണെന്ന് വിചാരിച്ച് അവർ ചിന്തിക്കുന്ന സമയത്ത് തന്നെ മാർസ് അത് തകർത്തിട്ട് കയറി വരികയാണ്. നിങ്ങളുടെ മന്ത്രമൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങളുടെ പ്ലാനൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നില്ല എന്ന് നമ്മുടെ ബാർക്ക് സേക്കിനെ നോക്കി കളിയാക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ പ്ലാൻ വക തന്നെയാണെന്ന് നമ്മുടെ സേക്ക് മനസ്സിൽ പറയുകയാണ്. ഫ്ലൂയിഡ് എടുത്തിട്ട് തറയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിനക്ക് ഉറപ്പാണോ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്ക് ആണെങ്കിൽ നമ്മുടെ ഗെന്ന് പൊട്ടിക്കുകയാണ്. ലോക്ക് പൊട്ടിക്കുന്നത് വേറെ ആരും കാണുന്നൊന്നുമില്ല. സോ ആ ലോക്ക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വേറെ ആരുമല്ല, അവർ റിലീസ് ചെയ്യുന്നത് ഹ്യൂഗാനെയാണ്. അടുത്ത സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള ഹ്യൂഗാനെയാണ് ഇപ്പൊ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീനറോ സ്പിയർ കൊടുക്കുകയാണ്. വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ നിക്കി ചോദിക്കുകയാണ്. സോ നേരത്തെ തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹ്യൂ. ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ബാക്കിയുള്ളത് ഇവൻ മാത്രമാണ് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. ഇവൻ കല്ലായിട്ടല്ലേ ഇരുന്നത്, ഇവൻ എങ്ങനെയാണ് തിരിച്ച് മനുഷ്യനായിട്ട് വന്നത്? ഈ കല്ലായിട്ടിരിക്കുന്ന മനുഷ്യരെ തിരിച്ച് മനുഷ്യരാക്കാൻ വേണ്ടിയുള്ള മന്ത്രം വിറയിലുണ്ടോ എന്ന് നമ്മുടെ ബാർക്ക് ചിന്തിക്കുന്നു. ബാർക്ക് അവിടെ നിന്ന് ഓടുകയാണ്. സോ ബാർക്കിന്റെ പുറകെ മാഗ്മ പോകുന്ന സമയത്ത് അവനെ അടിച്ച് തറയിലിടുകയാണ്. അടിച്ചിടാൻ വേണ്ടിയുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളോ ഇവൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമ്മുടെ ഹ്യൂഗയ്ക്ക് മനസ്സിലാക്കുകയാണ്. ഒളിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ റിവ്യൂ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. യെസ് എന്ന് നമ്മുടെ സേക്കും പറയുന്നു. അത് ചോദിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ വേണ്ട അത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് നമ്മുടെ ഹ്യൂഗ പറയുന്നു. ഞാൻ അപ്പം കല്ലാക്കിയിട്ടുള്ള മാസ്റ്ററിനെ ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമോ? നമ്മുടെ ബാർക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. ഇവനും കൂടെ മാർച്ചിലൂടെ ചേർന്നാൽ നമ്മുടെ കഥ തീരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവനെ കൺവിൻസ് ചെയ്യണം എന്ന് പറയുകയാണ്. ഹ്യൂഗനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയ എന്ത് ഐഡിയ ആണുള്ളത്? പറ്റുമെങ്കിൽ നീ അവനെ ലവ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാമോ? നീ എന്താ ഈ പറയുന്നത്? അനാലിസിസ് അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത് ഒരേ ഒരു പെണ്ണെന്ന് പറയുന്നത് നീ തന്നെ. അതുകൊണ്ട് തന്നെ നീ ഒന്ന് പറയാമോ? ഹ്യൂഗ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ ഹ്യൂഗ വന്നിട്ട് നമ്മുടെ ഗെന്നിനെ പിടിക്കുകയാണ്. നിന്റെ ഒരു പ്ലാനും എന്റെ അടുത്ത് വർക്കാക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നു കളയാൻ വേണ്ടി ഞാൻ വെറുതെ വിട്ടു കൊടുക്കത്തില്ല. ഓ സേക്കു എന്ന് പറയുന്നത് ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ എല്ലാ സിവിലൈസേഷനെയും സേക്കു തിരിച്ചു കൊണ്ടുവരും. ഇവോൾവ് ആയതുകൊണ്ടാണ് ഇത്രയധികം ദൂരം വന്നിരിക്കുന്നത്. നിനക്ക് എന്ത് തരത്തിലുള്ള ആൾക്കാരെയാണ് മുഖ്യമായിട്ടുള്ളത്? നമ്മുടെ ഹ്യൂഗ മാഴ്സിനോട് ചോദിക്കുകയാണ്. സോ ഇത് കേട്ട മാഴ്സ് പറയുകയാണ് അവരോട് ചേരുമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ ഒരുപാട് സ്ട്രോങ് ആണെന്ന്. ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പറയണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസ്, എനിക്ക് അവരെയാണ് ഏറ്റവും കൂടുതൽ മുഖ്യം. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ വെച്ചിട്ടുണ്ട്, നീയും എൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്തേക്ക്. ഇവരെ എല്ലാവരും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവനെ കൊന്നുകളയും എന്ന് നമ്മുടെ മാഴ്സ് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ എപ്പിസോഡിന്റെ പാർട്ട് 1 അവസാനിപ്പിക്കുകയാണ്. സോ ഇനിയുണ്ട് ഈ എപ്പിസോഡ്. സോ അത് ഞാൻ അടുത്ത വീഡിയോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അത്രയ്ക്ക് ടൈം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇത്ര ഷോർട്ട് ആക്കിയത്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. പിന്നെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്.